മരണമാസിലെ ആ ഒറ്റ ഡയലോഗ്, ക്ലാസ് ഡയലോഗ്. ഞാൻ വെറുതെ തൊട്ട് ജപ്പാനിലേക്ക് അങ്ങനെയാ. ഈ സിനിമയിലൊരു കിളവനുണ്ട്, കിളവൻ എന്തും മനുഷ്യനെ വെറുപ്പിക്കാവുന്നൊരു അങ്ങേയറ്റം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ബസ്സിൽ അത്തോട്ട ഗിഫ്റ്റ് അവസാനം എന്നെ കൊന്നുകളി. ഒപ്പം ഒരു ആശ്വാസമായി. പുള്ളി ഞെട്ടിപ്പോയോ ആ സീൻസ്? മാറിക്കിടാന്ന് പറയാൻ ഡയറക്ടർ പലസേട്ടാ ഓക്കെ പറയും. അപ്പം നോക്കി വീണ്ടല്ലോ സുനിൽ ഇങ്ങനെ ഇരിക്കുക. ക്യാമറ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കും. കട്ട് പറയുമ്പോ കട്ട് പറഞ്ഞ് 15 സെക്കൻഡെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജീവിക്കും. കൈ നിറയിച്ചു പറയാം അവർ ചോരയിട്ടല്ല ഫിലിംസിന് വേണ്ടി രക്തം ചിന്തിക്കുക ഞാൻ വിദേശിക്കും. പുള്ളി കലക്കിയോണ്ട് ജീവിതം ഒഴിഞ്ഞ വെച്ചാണ് മൊത്തം കലാകാരന്മാർക്ക് ഉണ്ടാവുന്നത്. അതാണ് അവരെ ബൂസ്റ്റാണ് ശരിക്കും മുന്നോട്ടുള്ളത്. എനിക്ക് കലയില്ലാത്തോണ്ട് കേട്ടാ, അഹങ്കാരം ഇല്ലാത്ത. അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു ഡെഡ് ബോഡി അന്വേഷിച്ചിട്ടാണ് അങ്കമാലിയിൽ എത്തിയേക്കുന്നത്. പക്ഷെ ഡെഡ് ബോഡിക്ക് ഇപ്പൊ ജീവനുണ്ട്. നമസ്കാരം. നമസ്കാരം. അച്ഛൻ്റെ പേര് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് പുളിയനം പൗലോസ്. അത് ഞാൻ പറയാത്ത എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം കേശവക്കുറുപ്പ് അതുകൊണ്ടാണ് ഞാൻ പേര് പറയാതിരുന്നത്. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് പ്രേക്ഷകർ, നമ്മളെ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. ആ പ്രേക്ഷകർ തരാൻ വെച്ചിരുന്ന കൈയാണ് കേട്ടോ. മരണമാസിലെ ആ ഒറ്റ ഡയലോഗ്, ക്ലാസ് ഡയലോഗ്. ആ ഡയലോഗ് ഒന്നുകൂടെ പറയാമോ? ഞാൻ പറയത്തില്ല. ബാറിൽ പറ്റി പിടിച്ച് ഇങ്ങനെ ഈ രാജേഷ് കില്ലറായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ വെറുതെ തൊട്ടേ ഉള്ളൂ, അതിനേ ഉള്ളൂ. ജപ്പാനിലേക്ക് അങ്ങനെയാ. അവിടെ ഫാദറിലൊക്കെ എന്തുവാ ഇത് വല്ല അവനറിയാം. ജപ്പാനിലെ ഫാദർ ലോ ഒക്കെ അങ്ങനെയാണോ അച്ഛാ? എനിക്കറിയില്ല. ഞാൻ ഡയറക്ടറോട് ചോദിക്കുന്നത് ചോദിച്ചില്ല. ഞാനായിരിക്കും അല്ലായിരിക്കും എന്തെങ്കിലും ആര് പോയി ജപ്പാനിൽ പോയി ചോദിക്കാൻ പോണേ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു സാധനമാണ്. നമ്മുടെ സുനിൽ സുഗതി നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ മോൻ കൊണ്ടുവന്നിട്ട് ധീരജ് മകൻ എൻ്റെ അഭിനയിക്കുന്നത്. എൻ്റെ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കഥ പറയുകയാണ്. ഈ അനാഥാലയത്തെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അതിൻ്റെ കുറിപ്പുണ്ടെന്ന് പറയണത്. അപ്പോൾ പുള്ളി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത്. അത് പിന്നെ ഈ കിളവികളുടെ ആരും വന്ന് നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ എനിക്ക് വട്ടല്ലേ എന്ന് ചോദിക്കണേ. എനിക്ക് വട്ടല്ലേ. അപ്പോൾ ക്യാരക്ടർ അവിടെ കൊണ്ടാണ് നമ്മൾ രജിസ്റ്റർ ആവുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അച്ഛനെ കൊണ്ടാക്കുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അതായത് വൃദ്ധസദനത്തിലാക്കുമ്പോൾ അതാണ്ട് വെച്ചിട്ടാണ് സുഗതൻ സാർ അത് സംസാരിക്കുന്നത്. ഉടനെ എനിക്ക് കളവികളിൽ നിൽക്കാൻ പറ്റില്ല ഡയലോഗ് ഇല്ലേ, അപ്പൊ തന്നെ ക്യാരക്ടർ രജിസ്റ്റർ ആയി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥാനം പറഞ്ഞ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്നാണ് ഇവരെന്നെ പറഞ്ഞു വിടുന്നത്. എടാ നിനക്ക് എന്ത് എൻ്റെ കൂടി എന്താ ലക്നൗവിലേക്ക് കൊണ്ടുപോയാൽ ഇവരോട് ചോദിക്കണം. അപ്പോൾ എന്നോടുള്ള ഇതും ഇതൊക്കെ കാണിച്ചിട്ട് അപ്പോൾ പുള്ളി അപ്പം ഇങ്ങേരി ചോദിക്കുകയാണ് ഈ ലക്നൗ എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് സുഗത ചോദിക്കുന്നത്. സുനിൽ ചോദിക്കുന്നത് ലക്നൗവില്ല വേണം വേറൊന്നും പറഞ്ഞില്ല. മാറിക്കിടാന്ന് പറയാൻ ഡയറക്ടർ പലസേട്ടാ ഓക്കെ എന്ന് പറയും. അപ്പം നോക്കി വീണ്ടല്ലോ സുനിൽ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് അപ്പോഴും ഞാൻ ഈ ഡയലോഗിൽ പുള്ളി ക്രീപ്പാണ്. പുള്ളിയായിട്ട് ഞങ്ങൾ ആരും അറിയില്ല. അപ്പൊ കഥാപാത്രം വിട്ടു പോയപ്പോണ്ടാവുള്ളി പുള്ളി വിട്ടതേ. പക്ഷെ അത് വന്നു അല്ല പറയാണെന്നല്ലേ എനിക്കത് കഴിഞ്ഞപ്പോഴും ഞാനും. മരിച്ചതിന് ശേഷം ആ സീൻസ് കുറേ ഉണ്ട്. അതായത് ത്രൂ ഔട്ട് ആ സീൻസില് മരിച്ചിരിക്കണം. നമ്മള് മരിച്ചിങ്ങനെ ഇരുന്നാൽ പോലും അങ്ങനെ ഇരിക്കുന്നത് ഒരു അഭിനയം. അതായത് അതിനകത്ത് നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ, കണ്ണിന്റെ ഒരു ഇമ്മ പോലും വെട്ടാൻ പറ്റത്തില്ല. നമ്മുടെ പ്രേക്ഷകരാ വട്ടം വിട്ടോണ്ട് വരും. ആ മരിച്ച് അഭിനയിച്ചത് എങ്ങനെയാ? അതെ അത് പറയാണ്ടെങ്കിൽ ശിവപ്രസാദ് സാറ് ഡയറക്ടർ ഞങ്ങൾ ക്യാരക്ടറെ പറ്റി ആദ്യം പുള്ളി എനിക്ക് വിശദീകരിച്ചെന്ന് പറഞ്ഞു. ചേട്ടാ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്. വേഷം എന്ന് മാത്രമല്ല മരിച്ച് അഭിനയിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ വിചാരിക്കണം നമ്മളിപ്പോൾ മരിച്ച് കളിക്കുന്നൊക്കെ പറയില്ലേ, വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന അതാണെന്നാണ് ക്യാമറ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കും. കട്ട് പറഞ്ഞ് 15 സെക്കൻഡെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജീവിക്കും. അതുവരെ ശരിക്കും ഡെഡ് ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് ഞങ്ങൾ വേറൊരു ഇൻ്റർവ്യൂവിൽ ഇതുകൊണ്ട് ബസ്സിൽ വെച്ചിട്ടൊരു
പടം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുമ്പോൾ അപ്പോൾ ബേസിൽ ഞങ്ങളെല്ലാം കൂടി ഇരിക്കുന്ന സമയത്തിന് അപ്പോൾ ഈ ബേസിൽ ഈ പൗലോസേട്ടനെ എടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇത് ശവമല്ലായിട്ട് ശരിക്കും തളർന്ന് മുങ്ങേരി ശവമായിട്ട് കിടക്കണ വെയിറ്റ് ഡബിളാണ്. സത്യം മറ്റേ നമ്മളെടുക്കുമ്പോൾ അതെനിക്ക് വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു. ക്രെഡിറ്റ് അല്ലേ. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഡയറക്ടറാണ്. നടൻ പുള്ളി ഫുൾ ഓക്കെ A+. പക്ഷേ ഡയറക്ടർ എനിക്ക് മിന്നലും മുരളി ഒരു ഒറ്റപ്പടം മതി പുള്ളിയുടെ ആ ഡയറക്ടറെ കഴിവ് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും നല്ല എനർജറ്റിക് ആയിട്ടാണ് അതിനകത്ത് ആ ഒരു എക്സസൈസിന് നമ്മളിപ്പോൾ സിനിമ മൊത്തം പറയാൻ പറ്റത്തില്ല, അതിൽ നടക്കണതൊക്കെ ഭയങ്കര, അതായത് ഈ പ്രായത്തിൽ നന്നായിട്ട് ബോഡി കീപ്പ് ചെയ്ത് നല്ല രസമായിട്ടാണ് അതൊരു മാനറിസങ്ങളൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് അഭിനയത്തിലെ കംപ്ലീറ്റ്? ഈ പടത്തിലേക്ക് വരുന്ന ഞാൻ ഗുരുവായൂരമ്പലത്തിനിടയിൽ ഒരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. കുറേ ദിവസം വർക്ക് ഉണ്ടായിരുന്നെങ്കിലും ക്യാരക്ടർ ചെറിയ വേസിൻ്റെ അപ്പൂപ്പനായിരുന്നു. അപ്പോൾ അതിനകത്ത് സിജു സണ്ണി പലസട്ടം ഞാൻ എനിക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ 1-2 ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്ത് അത് സെറ്റിലായിരുന്നു, ഗുരുവായൂരമ്പലമായിട്ട് സെറ്റിലായിരുന്നു. അപ്പോൾ ലേറ്റ് ശരിയാകുന്നില്ല. അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ വർക്ക് തുടങ്ങാറ് സമയം നമുക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോഴും ലേറ്റ് ക്ലിയർ ആകുന്നില്ല, നമുക്ക് കാരവനി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കാരവനി കയറി ഇരുന്ന് പുള്ളി എന്നോട് ചോദിച്ച് അങ്ങനെ എത്തണം. ബാക്കി കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ അഭിനയ ജീവിതത്തിൻ്റെ. അപ്പോൾ എൻ്റെ അന്നത് 50 വർഷമായിട്ടില്ല, 49 വർഷമായിരുന്നു. അപ്പോൾ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ വന്ന് പുള്ളി ഒത്തിരി കാര്യങ്ങളെല്ലാം ചോദിച്ചു. അഭിനയിച്ച പടങ്ങളുടെ പേര്, നാടകങ്ങളുടെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് തീർന്നു. കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ട്, അപ്പോൾ ഞാനിത് അയച്ചു കൊടുക്കാം. ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആദ്യമായിട്ട് കാരവലിൽ കയറിയേക്കുന്നതാണ്. എനിക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ. അതിന് കാരവലിക്ക് ഇൻ്റർവ്യൂ ചെയ്തേക്കാണ്. അപ്പോൾ നല്ല വേഷം തന്നേ പറ്റുള്ളൂ. അപ്പോൾ സിജുവിന് പ്രത്യേക ഒരു ചിരിയുണ്ട്. പുള്ളി അങ്ങനെ അധികം സംസാരിച്ച് ഇഷ്ടംപോലെ സംസാരിക്കും. ആ പുള്ളിക്ക് ഞാൻ അയക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തിനാണെന്നറിയില്ല, ഡെലിവറിയോ അതെന്ത് സംഭവമൊന്നുമില്ല എന്താണെന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇതൊന്നുമില്ല. അവർ പറഞ്ഞു ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് പോയി. ഗുരുവായൂരമ്പലത്തിനിടയിൽ ഇറങ്ങാറായ സമയത്ത് ഒരാൾ വിളിക്കുകയാണ്, പോലീസുണ്ടാണോ അതേ എന്ന് പറഞ്ഞു. ചേട്ടാ ഞാനൊരു പടത്തിൻ്റെ ടോവിനോ ഫിലിംസിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ബിനു നാരായണൻ. അപ്പോൾ ചേട്ടൻ്റെ ഇപ്പോഴത്തെ ലുക്കൊന്ന് അയച്ചു തരാമോന്ന് ചോദിച്ചു. ഞാൻ അയച്ചു കൊടുത്തു. വരുത്തിയിട്ടൊന്നുമില്ലായിരുന്നു, അയച്ചു കൊടുത്തു. അത് നമ്മുടെ ബൈജു അവിടെ വെച്ച് എൻ്റെ വീശയ്ക്ക് പിരിച്ചിട്ട് വെറുതെ ഞങ്ങളുടെ സീനിലല്ല, അത് പുള്ളി ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് ലക്ഷക്കണക്കിന് ആൾ കണ്ട് അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പറയില്ല മാറ്റൊന്നും ഞാൻ അയച്ചു കൊടുത്തു. അതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് പുള്ളി വിളിച്ചു, ചേട്ടാ ഒന്ന് ഈ മുടിയും മീശ ഒന്നും ചെയ്യരുത് കേട്ടോ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, ബാക്കി പിന്നീട് പറയാട്ടോ എന്ന് പറഞ്ഞു. വേറെ പടം എന്തെങ്കിലും പടത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല ഒന്നുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളൂ, ഒന്ന് കൺഫേം ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് ഒന്ന് അങ്ങ് എറണാകുളത്ത് വരാമോ എന്ന് ചോദിച്ചു. എന്താ വരാമെന്ന് പറഞ്ഞു. ചെന്നു. അപ്പോൾ മെട്രോ വന്നവർ കൊണ്ടുപോയി. അങ്ങനെയാണ് ചെന്ന് ഇതിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ മീശയൊക്കെ വലിയ കഥാപാത്രമാണ്. ഈ ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഉമ്മമാരൊക്കെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ട് സാറേ എന്ന് ഉപയോഗിക്കണം. അപ്പോൾ എനിക്കത് ഭയങ്കര കാര്യം ഇവരൊക്കെ ഇങ്ങനെ സിനിമയായിട്ടാണ് അവരൊക്കെ ഒരു വെച്ച് ഫോട്ടോ എടുക്കും. പിള്ളേരൊക്കെ ചിലർ വന്നിട്ട് എൻ്റെ പതുക്കെ മീശയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർ ഒത്തിരി പേര് വന്നായി. അപ്പോൾ ചിലർ വേട്ടം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ കരഞ്ഞവരൊക്കെ ഉണ്ട് പിള്ളേർ. കുറേ ഒരു സ്ക്രീനിലേക്ക് നോക്കായിരുന്നു എന്നൊക്കെയുണ്ട്. ഇവർക്കൊക്കെ ഞാനൊക്കെ ആ പട്ടിയുടെ കൂടെ കളിക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര, ഈ പിള്ളേരൊക്കെ ഭയങ്കര ശരിയായിരിക്കുന്ന ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ വെച്ചൊരു കൊച്ചല്ല ഒരു കപ്പിള്. അപ്പോൾ ഈ പെൺകുട്ടിയാണ് ചോദിക്കണേ, അത് ചേട്ടാ എനിക്കൊരു ഇതിനകത്ത് ബാക്കി ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു, അത് അല്ല ഈ മരിച്ചു കഴിഞ്ഞിട്ടേ സാധാരണ മരിച്ച് നമ്മൾ ഡെഡ് ബോഡി കിടക്കണോ, ചെറുത്ത് വെക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ അനുശോചനം അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഇത് ഈ മരിച്ചു കഴിഞ്ഞിട്ട് പല ബസ്സിലും മറ്റേ ട്രോളിയിൽ പിന്നെ മതിലിൻ്റെ മേൽ ഇവരെടുത്തുകൊണ്ട് കിടക്കണോ, ഷോപ്പെട്ടിയിൽ അപ്പോൾ എവിടെയൊക്കെ ഇട്ടൊക്കെ ഇതെങ്ങനെയാണ് അത് ശരിക്കും ഇത് മരിച്ച ഒരാളല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. സത്യം. ഞാൻ ആ സിനിമയിൽ ശ്രദ്ധിച്ചത് ഏറ്റവും കൂടുതൽ, അതായത് ഒറ്റ ഇതിൽ പോയി കഴിഞ്ഞ് ശ്വാസം എടുത്തതിന് ശേഷം പിന്നെ ശ്വാസം വിടാൻ അതായത് ആക്ടർ എന്ന നിലയിൽ നമുക്ക് ശ്വാസം വിടണ്ടേ, അല്ലെങ്കിൽ നമുക്ക് റീടേക്ക് ഉണ്ട് എല്ലാം ശരി. പക്ഷെ ഞാൻ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എവിടെയെങ്കിലും കണ്ണ് ചിമ്മുന്നുണ്ടോ, വയറ് പോകുന്നുണ്ടോ, ഇവിടെ ഇടിക്കുന്നുണ്ടോ. നമ്മൾ എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ അതിലും എളുപ്പമാണെന്ന് തോന്നുന്നു. ഇതാണ് ട്രെയിൻ. പക്ഷെ ഇതാരും ശ്രദ്ധിച്ചില്ല. ഈ കുട്ടിയാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സംഭവം. അപ്പോൾ കുറച്ച് എങ്ങനെ സാധിക്കണത് എവരോ ഒന്ന് ദൈവകൃപ, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ 100% ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. 1. 2, ഞാൻ 40 വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബ്രീത്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കറിയാം. സംഭവം 2ആണ്. ഈ മരണമാസിൻ്റെ മാനേജർ വിളിച്ചിട്ട് പൗലോസേൻ്റെ പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും
കമൻറ്റ് വല്ലതും വന്നിട്ടുണ്ടെന്ന് പറയും. പേരെടുത്ത് പറഞ്ഞില്ല, അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാനൊരു സാധനം ഇപ്പോൾ അയച്ചു തരാട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അയച്ചു തന്നു. അത് നമ്മളൊരു വലിയ ഇതിൽ പുള്ളി ഈ ഇവൻ പറയുന്ന സാധനം ലോകം മുഴുവൻ ശ്രദ്ധിക്കും. പുള്ളി അത്ര പ്രാക്ടീസ് ചെയ്ത് പറയണ കറക്റ്റായിട്ടും പറയുന്ന ഒരാളാണ്. ഈ സിനിമയിലൊരു കിളവനുണ്ട്, പൊരട്ട കിളവൻ. എന്തും മനുഷ്യനെ വെറുപ്പിക്കാവുന്നൊരു അങ്ങേയറ്റം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ബസ്സിൽ അത്തോട്ടെ ഗിഫ്റ്റൊക്കെ ഒക്കെ യൂട്യൂബ് ഇത് ചെയ്യണു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇതുപോലെ കണ്ടു വെറുപ്പിച്ച മനുഷ്യനെ കണ്ടു. അവസാനം എന്നെ കൊന്നുകളയും. ഒരു ആശ്വാസമായി. പോയല്ലോ ഉണ്ടായിരുന്നു. അതൊരു പുളിയേലം പോലെ വെച്ചിട്ടൊരു നടനായി ചെയ്തേക്കുന്നത്. ഞാൻ അങ്ങേരെ കുറ്റം പറയല്ലോ കേട്ടോ. അതങ്ങനെ ഞാൻ പറയണമെങ്കിൽ അങ്ങേരെ അത് എത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സാധനം അയച്ചു. ഭയങ്കര രസമായിട്ട് തോന്നി. അത് സാധനം പള്ളി പുള്ളിയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഏതൊരു ഇതിൽ തന്നെ വരുന്ന ചാനൽ വരുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് വന്നു. അച്ഛൻ ശരിക്കും തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അതായത് നാടക അഭിനേതാവും സ്വന്തമായി നാടക സമിതി ഉണ്ടായിരുന്ന ആളായിരുന്നു അല്ലേ? സംവിധായകനും കൂടിയാണ്. സംവിധായകൻ, എഴുത്തുകാരനോട് റേഡിയോ നാടകം അങ്ങനെ അതിൻ്റെ എല്ലാ വേഷനും നാടകത്തിൻ്റെ എല്ലാ ഭാഗത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. എക്സ്പീരിയൻസ്. സ്വന്തമായി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് നാടകം തുടങ്ങിയെന്നല്ലേ എന്നോട് പറഞ്ഞു. ടൂപ്പ് തുടങ്ങിയത്. ഈ നാടകങ്ങൾ ചെയ്തപ്പം നായകനായിട്ട് തന്നെയായിരുന്നോ കൂടുതലും? അതോ അല്ലല്ല, നമ്മള് കഥ ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ചെറുതിലെ തള്ളാണെന്നൊക്കെ വിചാരിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ നാടകമൊക്കെ എഴുതിയിട്ട് നമ്മൾ പിള്ളേരെ കൊണ്ട് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കും. അപ്പം അതിലൊരു പ്രധാന ഒരു കഥാപാത്രം ഉണ്ടാവും എപ്പോഴും. നമുക്കത് ഭയങ്കരമായിട്ട് അതിൻ്റെ മാനറിസം ഒട്ടുമിക്ക പ്രാവശ്യം നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ മാനറിസത്തിൽ നിന്നായിരിക്കും എഴുതുന്ന ഒരാൾ, ചിന്തിക്കുന്ന ഒരാൾ, ചിലപ്പോൾ ഒരാൾ കാണുമായിരിക്കാം അവർക്ക് ആ മാനറിസം കടമെടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടായിരിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അച്ഛൻ എങ്ങനെയായിരിക്കാം കഥകൾ കൂടുതലും തിരഞ്ഞെടുക്കുക? ഞാൻ അങ്ങനെയല്ലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ അന്ന് ഞാൻ അറിയപ്പെടുന്നില്ല, എനിക്ക് അറിയപ്പെടുന്നില്ലല്ലോ. ഞാൻ അവസരം വന്നേക്കുന്നതാണ്. ഞാൻ ചെറിയ വേഷം എന്ന് വെച്ചാൽ നല്ല ക്യാരക്ടറായിരിക്കെങ്കിലും ചെറിയ വേഷങ്ങളായിരിക്കും. ആദ്യമൊക്കെ ചെയ്തിരുന്ന പ്രായമുള്ള വേഷങ്ങൾ അന്ന് അങ്ങനെയാണ്. പ്രായമുള്ള വേഷങ്ങൾ കുറേ അഭിനയിക്കാനൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആദ്യത്തെ അങ്ങനെ ജഡ്ജ്, വക്കീൽ, പിന്നെ ഡോക്ടർ, ഇങ്ങനെയുള്ള വലിയ കാരണവർ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം അമച്ചറ കളിക്കുമ്പോൾ. പ്രൊഫഷൻ വന്നപ്പോഴേക്കും അത് സ്റ്റൈലും മാറി. ആദ്യത്തെ അതിനകത്ത് ഫസ്റ്റ് ചെയ്യുന്ന ശരറാന്തൽ മേജർ ഡോക്ടർ എൻ്റെ ഫൊറീസായിരുന്നു. ഞാൻ ജൂനിയർ ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്. ഫറീസിൻ്റെക്കാൾ ഒരു 5 വയസ്സ് കുറവുണ്ട്. പക്ഷെ അവനെ കണ്ട പ്രായം കൊണ്ടുവന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്ന് കഷണ്ടിയുണ്ട്. ഞാൻ കഷണ്ടി നല്ല ഗ്ലാമറായിട്ട് നല്ല പ്രായം തോന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ ജൂനിയർ ഡോക്ടർ, പിന്നെ അവൻ സൈസും ഉണ്ട്. ഞാൻ അങ്ങനെ ജൂനിയർ ഡോക്ടറായിട്ടാണ് അപ്പുറത്ത് ഒരു 2 കൊല്ലം ഉണ്ടായിരുന്നു. പിറ്റേ വർഷം അച്ഛൻ്റെ സമിതിയിലായിരുന്നു അതോ? എൻ്റെ സമിതിയിൽ 2 കൊല്ലം ഉണ്ടായിരുന്നു. പൗർണമിയിൽ 2 വർഷം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് പുള്ളി മൈത്രികലാ കേന്ദ്രത്തിലായിരുന്നു. അവിടെ പുള്ളി 4-5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ മാറി പുള്ളി. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, NF സാറൊക്കെ ഉണ്ടായിരുന്നപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും ഒരു അവസരം? കാരണം സിനിമയിലേക്ക് പോയല്ലോ. ഇത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ സിനിമയിൽ ഞങ്ങളെപ്പോഴും നല്ല ബന്ധമുണ്ട്. പുള്ളി കാണുമ്പോഴൊക്കെ പറയും. ചിലപ്പോൾ പുള്ളി പിന്നെ വാനൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഒരു ബൈക്കായിരുന്നു. നമ്മൾ നാടവണ്ടിയുടെ ഫ്രണ്ടിലെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് എന്നെ പിടിച്ച് വണ്ടിയിൽ നിന്ന് കറക്കിയിട്ട് താൻ ഈ കോപ്പം നിർത്തിയിട്ടും സിനിമയിലേക്ക് ഇഷ്ടംപോലെ ചാൻസ് എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ ടൈപ്പ് വേഷം ചെയ്യുന്ന പുള്ളിക്കറിയാം. ഒക്കെ പലിശയ്ക്ക് കാഞ്ചു വാങ്ങിക്കുന്നത് ഇതെല്ലാം പുള്ളിക്കറിയാം. ഇതിൻ്റെ അത് നിർത്തണോ, ഇത് ഇങ്ങനെ തലവേദന, ട്രൂപ്പ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഒരു എത്ര പേരുണ്ടാവും? 20 പേരോളം? അന്ന് 22 പേരുണ്ട്. ഓർക്കസ്ട്രയാണ്. 3-ാമത്തെ വർഷം 4-ാമത്തെ നാടകമായപ്പോഴേക്കും ഓർക്കസ്ട്ര നിർത്തി. കാരണം സ്ഥിരം പ്രശ്നങ്ങളാണ്. ഈ ലോകത്തിൽ ഇത്രയും റിസ്ക്കുള്ളൊരു പണിയില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല നാടക ട്രൂപ്പ് നടത്തുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലാകാരന്മാരെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടെ ഒക്കെ ഈഗോ ഉള്ളവരാണ്. എൻ്റെ വിചാരം ഞാൻ ഏറ്റവും വലിയ നടൻ ഒക്കെയാണ് എന്നുള്ള ധാരണയാണ്. അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ സോൾവ് ചെയ്ത് ശരിക്കും പറഞ്ഞ ഒരു റിംഗ് മാസ്റ്ററുടെ കഴിവ് വേണം കൊണ്ട് കിടക്കണമെങ്കിൽ. കാരണം പല സമിതിയിൽ നിന്ന് വന്നവരൊക്കെ അല്ലേ വലിയ വലിയ ടീമിലേക്ക് വന്നേക്കാം. അവരൊക്കെ ഇങ്ങനെ സോപ്പിട്ട്, കാരണം ഒരു വർഷം നമുക്ക് ആ ടീമിൽ വെച്ച് തന്നെ നാടകം നടത്തണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകം പോകും. ഇത് കഴിഞ്ഞ് ട്രൂപ്പ് നിർത്തി 2001 ട്രൂപ്പ് നിർത്തി 20 വർഷം കഴിഞ്ഞ് എന്നിട്ട് സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. സിനിമയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ സംഭവങ്ങൾ. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ചാൻസ് തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചാൻസുകളൊന്നും വരുന്നില്ല. എങ്ങനെ ഏകദേശം 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ടൊരു സിനിമയിൽ അവസരം കിട്ടുന്നത്. 2004 ബ്ലസ്സിയുടെ കാഴ്ചയിൽ കളക്ടറേറ്റ് പ്യൂണാണ് എൻ്റെ ക്യാരക്ടർ. അപ്പം മമ്മൂക്ക് അവിടെ നിന്നിട്ട്, അതെ ആ ചേട്ടനോട് ഈ കളക്ടറേറ്റിലെ പ്യൂണെന്ന് പറഞ്ഞാൽ
കളക്ടറേക്കാളും വലിയ ആളെന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പം ബ്ലസ്സി കൈ കൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു, കാരണം ഞങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബ്ലസ്സി ഡയലോഗ് പറഞ്ഞു തന്നു. ഡേ അപ്പം പുള്ളി പെട്ടെന്ന് ഞെട്ടി, കുംഭകർണ മതിയായില്ലേ, വാ എന്ന് പറഞ്ഞു. പുള്ളി പിറകെ ഒറ്റ ടേക്കിൽ ഓക്കെ. സാധനം പുള്ളി അത് പാട്ട് സീനിലിട്ടു. അത് കാരണം എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ നാട്ടിൽ പെട്ടെന്ന് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച പടം അങ്ങനെ മമ്മൂട്ടി കൂടെ വന്നു. ഇപ്പൊ നമ്മളെ ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ. പൗലോസ് അച്ഛന്റെ മകനാണ്. അച്ഛന് 3 മക്കളല്ലേ? 3 പേര്. ഇത് മകൻ നടുക്കത്തത്. സുമി, സുധി, സുചി. എല്ലാരും ഞങ്ങളെല്ലാരും സൂവാണ്. വേറെയുണ്ട് വൈഫ് സുശീല. സുശീല. അച്ഛൻ അഭിനയിച്ച പടം തിയേറ്ററിൽ പോയി കണ്ടോ? ഞങ്ങൾ കണ്ടിരുന്നു ഈ പടം. കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു സർപ്രൈസ് ആയിരുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ക്യാരക്ടർ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതെ ഞാൻ ഇതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ ഞാൻ അവിടെ നാട്ടിൽ വന്നിട്ടുണ്ടായി. ഡാഡിക്ക് പറഞ്ഞൊരു പടമുണ്ട്, അപ്പം അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നല്ല ക്യാരക്ടർ എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഫിക്സ് ആക്കിയിട്ടില്ല ശരിക്കും. പിന്നെ ഞാൻ വൈഫിന്റെ കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ട് മൂവാറ്റൂർ പോകണ്ടായി. ആ സമയത്ത് എൻ്റെ ഷൂട്ടിങ് തുടങ്ങിയില്ലേ? അതെ, ആ സമയത്ത് എൻ്റെ ഷൂട്ടിങ് തുടങ്ങിയിട്ട് അപ്പോഴും ഡാഡി ക്യാരക്ടറെ പറ്റി പറയണമെന്നില്ല, എടുത്ത് സീക്രട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഡാഡി ഇപ്പൊ കുറെ വർഷം 50-51 വർഷമായി. അപ്പൊ ഇങ്ങനെ കലാകാരന്മാരുടെ ജീവിതം നമുക്കറിയാം, അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അതെ അതെ, പുള്ളി കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാ. അപ്പൊ അതിന് അവരെ സംബന്ധിച്ച് കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഒരു ഡാഡി നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ക്യാരക്ടർ ആയിരിക്കും. പിന്നെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഈഗോ പോലത്തെ ഉണ്ടാവും. അത് മൊത്തം കലാകാരന്മാർക്ക് ഉണ്ടാവും. അത് അവരൊരു അതാണ് അവരെ ബൂസ്റ്റാണ് ശരിക്കും മുന്നോട്ടുള്ളത് ഇതിനകത്ത്. എനിക്ക് കലയില്ലാത്തോണ്ട് കേട്ടാ, അഹങ്കാരം ഇല്ലാത്ത. അച്ഛന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് അത്രയും സാധനം പിടിച്ചില്ലേ? ഞാനാണെങ്കിൽ അത് ഭാവാൻ്റെ അതിനകത്തൊരു ഇതെന്താന്ന് ചോദിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നല്ല രസമായിരുന്നു. വെച്ചാൽ ഫിലിമില് ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞ അത് നിങ്ങൾ ആസ്വദിച്ചോ? കാരണം തിയേറ്ററിൽ നിങ്ങൾക്ക് ഇത് ഡാഡിയാണ്, ഞങ്ങൾക്കൊക്കെ ഇതൊരു ആർട്ടിസ്റ്റാണ്, ഒരു അഭിനേത അല്ലെങ്കിൽ അപ്പൂപ്പനാണ്. ഞങ്ങളെല്ലാം നോക്കിയിരിക്കുന്നത് ഞാൻ അപ്പൂപ്പന്റെ അടുത്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് ലയിച്ചാണ് പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഡാഡി ആയിട്ട് തന്നെയാണോ ഫീൽ ചെയ്തത്? ഇല്ല, ആ സമയത്ത് ഡാഡിയായിട്ട് ഫീൽ ചെയ്തില്ല ശരിക്കും. ഞാനൊരു മൈൻഡിലാണ് കണ്ടത്. പെങ്ങന്മാരുടെ കേസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചേച്ചിയും അങ്ങനെ ആയിരിക്കും എടുത്തത്. ഇളയ പെങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി അത് ചിലപ്പോ ഇത് ചെയ്തിട്ടുണ്ടാവും. അതെനിക്കൊരു ആക്സിഡന്റ് പറ്റിയുണ്ട് അതിനകത്ത്. അച്ഛനെ തൂക്കിയിട്ടതല്ലേ? ഞാനത് ചോദിക്കണം എന്ന് ഓർത്ത. ഞാൻ എന്റെ മെയിൻ അതായിരുന്നു, ആ തൂക്കിയിട്ടതേ വല്ല ഞാൻ തൂങ്ങിക്കിടക്കുന്നത് എന്ത് പറ്റിയത്? അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ ഈ എൻ്റെ കയറ്റി കേൾക്കുമല്ലോ, കയറ്റി കിടത്തി കഴിഞ്ഞിട്ട് അപ്പോൾ ബേസിൽ സിജുവിൻ്റെ മടിയിലാണ് എൻ്റെ തല ഇരിക്കുന്നത്. അപ്പോൾ ബേസിൽ ചാടി കിടക്കണം. മധുര ചാടുമ്പോൾ പുള്ളിയുടെ കാല് തട്ടിയിട്ട് എൻ്റെ കാല് താഴേക്ക് പോവാണ്. അത് അങ്ങനെയാണ് സീൻ. അതിങ്ങനെ അതാണ് സംഭവം. തട്ടിപ്പോണ്ട് പുള്ളി ചാടി കിടക്കണം. അപ്പോൾ അത് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുമ്പോൾ ഞാൻ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മളത് ആ പോക്കിൽ തൂങ്ങിയതായിട്ടാണല്ലോ. ഇത് ഒരു രാത്രി ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവണം ഷൂട്ട് കിടക്കുമ്പോൾ സമയത്ത്. വെളുപ്പിനാണ് നൈറ്റ് ഷൂട്ട് കംപ്ലീറ്റ്. അപ്പോൾ അതെടുത്ത് ഒരു 4-5 ടേക്കിന് ഒക്കെ ക്രെയിൻ വെച്ചിട്ട് മറ്റു സാധനമൊക്കെ വെച്ച് കെട്ടിയിട്ട് എല്ലാം തൂക്കിയിട്ട് എടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ. ഈ അസോസിയേറ്റ് ഡയറക്ടർമാർ ഒരാൾ ഒരു അരവിലാണ് എന്നെ എപ്പോഴും ഭയങ്കര കമ്പനിയാൻ. അരവിലൊരു പലിസട്ടാ എങ്ങനെയുണ്ട് എവരും ഒക്കെ അല്ല ഒന്നുകൂടി എടുത്താൽ 1 2 എടുത്തോ ചേട്ടന് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, എത്ര കൂടെ എടുത്തോ വന്നത്. ഞാൻ വീണ്ടും കിട്ടിയ പുള്ളിക്ക് അതങ്ങോട്ട് തൃപ്തിയായില്ല ഡയറക്ടർക്ക്. അപ്പോൾ സീൻ ഒന്നും കൂടി ആ ഷോട്ട് എടുക്കാൻ വേണ്ടി എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നൽ. ഞാൻ അത് എനിക്കിങ്ങനെ മറ്റു സാധനം വെച്ച് കിട്ടിക്കല്ല, ഞാൻ പിറകിൽ ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നത് കുഴപ്പമില്ലാതെ എടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എടുത്ത് സ്റ്റാർട്ട് പറഞ്ഞു. തട്ടണു, ഞാൻ പോകണു. പോയിട്ട് എൻ്റെ തല പോയിട്ട് ആ സാധനം ഇങ്ങനെ ഈ കമ്പി മുള്ളുകമ്പിയുള്ള വേലിയാണ്, അത് കട്ട് ചെയ്തിട്ടാണ് അത് ഒറിജിനൽ ഉണ്ടാക്കിക്കണം. അതിൻ്റെ ഒരു കമ്പി ഒറിജിനൽ 20 കമ്പിയാണ് ആയിരിക്കുന്ന സാധനം. അതിൽ ചെന്ന് എൻ്റെ തലയും കടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ശരിക്കല്ല കണ്ടിൽ നിന്ന് പൊന്നീച്ചവർക്കെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതേപോലുള്ള ഒരു ഭയങ്കര ഒരു സംഭവം എന്ന് പറയുന്ന സാധനം കണ്ടിയാണ്. പക്ഷേ അവരുടെയും എൻ്റെ മനസ്സിൽ ഒരിക്കലും അത് ആ ഫീൽ വന്നില്ല. ഞാൻ ബോഡി തന്നെയാണ് അപ്പോഴും. എനിക്ക് ആ സമയത്ത് പോലും എനിക്ക് വന്നിട്ടില്ല. ക്ലോസ് അല്ലാത്തതുകൊണ്ട് അറിയില്ല. എങ്കിൽ പോലും നമ്മളത് ഇല്ല. അവർ വന്നിട്ട് എടുത്ത് എത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിന്നതിന് ശേഷം ഞാൻ പതുക്കെ കൈ ഇങ്ങനെ തടവി വെച്ച് കഴിഞ്ഞപ്പോൾ കൈ ഞാൻ
അപ്പോൾ എനിക്ക് മരവിച്ചേക്കാണ് അറിയാൻ പറ്റില്ലേ നമുക്ക് കൈ നിറയെ ചോര അവർ ചോരയിട്ടല്ല ഓർഡർ പിടിക്കണെല്ലാം കൊണ്ട് എടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇരിക്കലറുടെ ഒരു കൂടി ഇരുത്തണം ഐസ് കൊണ്ടുപോയിക്കിടും സാധനം ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിട്ട് എടുക്കുകയും ആസ്പത്രി പിടിക്കും. ഒത്തിരി പൊട്ടിയോ? കുറേ ആസ്പത്രി പോകണ്ട എനിക്കറിയാൻ പറ്റില്ല എന്ത് സംഭവിച്ചത്, പക്ഷെ ചോര നന്നായിട്ട് വന്നിട്ടുണ്ട്, അത്ര അറിയാവോ. ഇപ്പം മുറിവൊക്കെ ആയില്ലേ? അതെ, അത് 3-ാം ദിവസം. അപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ടോവിനെ വിളിച്ചു. ടോവിനോ ഈ മറ്റേ ARM-ൻ്റെ പ്രൊമോഷന് വേണ്ടി ദുബായിലേക്ക് പോകാൻ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ട സംഭവമാണ്. ചേട്ടൻ നല്ല ആസ്പത്രി കൊണ്ടുവന്ന് ക്ലിനിക്ക് കൊണ്ടുവന്നിട്ടൊന്നും കിട്ടും. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നിട്ട് എന്നോട് ചേട്ടാ തല കണ്ടെന്ന് തല പിടിച്ച് നോക്കി. ഓ ഞാൻ പറഞ്ഞു ടോവിനോ ഫിലിംസിന് വേണ്ടി രക്തം ചിന്തി അഭിനയിച്ചൊക്കെ പുള്ളി അതുപോലെ തന്നെ ഭയങ്കര സ്നേഹം. എന്നിട്ട് ഇത് വൈഫും കൊച്ചിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി, ബേസിൻ്റെ കൊച്ചിനെയും വൈഫിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി എല്ലാവരുമായിട്ട് നല്ലൊരു കുടുംബം, ശരിക്കും നല്ലൊരു ടീമിനോട്. അതുപോലെ തന്നെ ഡയറക്ടറും അസിസ്റ്റന്റുമാരും എല്ലാം. എന്താണ് ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉച്ച മുതൽ രാവിലെ മുതൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയാം. അശ്വിന് 4 മണിക്ക് പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല. അപ്പം ഇനി അടുത്തത് വരാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പുതിയ സിനിമ വരാനുണ്ട്. ഓഗസ്റ്റിലേക്ക് ഒരു വർക്ക് പറഞ്ഞു വെച്ചു. അപ്പം എന്താണെങ്കിലും സന്തോഷം, കണ്ടതിലും പരിചയപ്പെട്ടതിലും എന്നോട് സംസാരിച്ചതിലും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രേക്ഷകർ എന്താണെങ്കിലും അച്ഛനെ കാണാൻ കാത്തിരിക്കുകയായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു.